കാർഷിക വാർത്തകൾ. ഹോളിഡേ മൂഡിൽ രാജ്യാന്തര റബ്ബർ വിപണി. കാപ്പി വിളവെടുപ്പ് ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാർഷിക മേഖല. മാറ്റമില്ലാതെ കുരുമുളക് വില. ഹൈറേഞ്ചിലെയും വയനാട്, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നുമുള്ള നാടൻ കുരുമുളക് വരവ് മട്ടാഞ്ചേരി വിപണിയിൽ ഗണ്യമായി കുറഞ്ഞു. പുതുവർഷം വില ഉയരുമെന്ന വിലയിരുത്തലിൽ ഉൽപ്പാദകർ ചരക്ക് പിടിക്കുന്നതിനാൽ മധ്യവർത്തികളും സ്റ്റോക്ക് ഇറക്കുന്നതിൽ നിയന്ത്രണം വരുത്തി. കൊച്ചി പുതുവത്സരാഘോഷങ്ങളിലേക്ക് തിരിഞ്ഞതിനാൽ കുരുമുളക് വില പിന്നിട്ട ഏതാനും ദിവസങ്ങളായി മാറ്റമില്ല. നെല്ലിയാമ്പതിയിലെ തോട്ടങ്ങളിൽ കാപ്പിക്കുരുകൾ മൂത്തുവിളഞ്ഞു. ഒട്ടുമിക്ക എസ്റ്റേറ്റുകളിലും ഈ വാരം വിളവെടുപ്പ് തുടങ്ങും. തൊഴിലാളികളുടെ അഭാവം കാപ്പിത്തോട്ടം മേഖലയിലും വിളവെടുപ്പ് മന്ദഗതിയിലാക്കും. കാപ്പി വിളവെടുപ്പ് ഫെബ്രുവരിയോടെ പൂർത്തീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. ഉണ്ടക്കാപ്പി വില കിലോ 400 രൂപയിൽ നീങ്ങുന്നത് മുന്നിലുള്ള ദിവസങ്ങളിൽ വിളവെടുപ്പ് ആവേശം പകരും. രാജ്യാന്തര വിപണിയിൽ കാപ്പി മികവ് നിലനിർത്തുകയാണ്. രാജ്യാന്തര റബ്ബർ വിപണി ഹോളിഡേ മൂഡിലാണ്. വൻകിട ഇറക്കുമതി രാജ്യങ്ങൾ പുതുവത്സരാഘോഷങ്ങൾക്ക് ശേഷമേ ഇനി പുതിയ കരാറുകൾക്ക് നീക്കം നടത്തൂ. കയറ്റുമതി മേഖലയും നിർജീവമാണ്. പ്രമുഖ വിപണിയായ ബാങ്കോക്ക് വർഷാന്ത്യ അവധിയിലാണ്. ജപ്പാൻ അടക്കമുള്ള അവധി വ്യാപാര കേന്ദ്രങ്ങളും നിർജീവം. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ 19,000 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആരോഗ്യകരമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഭക്ഷ്യ കമ്പനികൾ. ഈ വിഭാഗങ്ങളിൽ ഡിമാൻഡ് ഉയരുന്ന സാഹചര്യത്തിലാണ് നീക്കം. ഏഷ്യ പസഫിക് മേഖലയിലെ പാക്ക്ഡ് ഫുഡ് കമ്പനികൾ കൂടുതൽ ആരോഗ്യകരമായ ഭക്ഷ്യവിഭാഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഉപഭോക്താക്കളുടെ ജീവിതശൈലിയിൽ മാറ്റം വന്നതും ആരോഗ്യ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ചെലവഴിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് വിലയിരുത്തൽ. കൂടാതെ വർദ്ധിച്ച ഉൽപ്പാദന ചെലവുകൾക്കിടയിൽ വരുമാനം ഉറപ്പാക്കാനുള്ള മാർഗമായാണ് കമ്പനികളുടെ ഈ നീക്കം. പണപ്പെരുപ്പത്തിൽ നിന്നുള്ള സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്കിടയിലും ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ ഉപഭോക്തൃ ശ്രദ്ധ വർദ്ധിക്കുന്നു. കൃത്രിമ മണവും രുചിയും ചേർക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്നും പല കമ്പനികളും രാജ്യങ്ങളും മാറി ചിന്തിക്കുന്നുണ്ട്. ഇതിന്റെ ഉദാഹരണമാണ് സിംഗപ്പൂരിലും മലേഷ്യയിലും ആരംഭിച്ച മിഷന്റെ പ്രോട്ടീൻ ഹോൾ മീൽ റാപ്സ്. ഇതിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയാണ് മൾട്ടിനാഷണൽ കമ്പനികൾ. അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് സസ്യാധിഷ്ഠിത പ്രോട്ടീനെ പ്രശംസിക്കുന്ന ഈ റാപ്പുകൾ. സുസ്ഥിരമായ ഊർജ്ജം വർദ്ധിപ്പിക്കുകയും നാരുകളാൽ സമ്പുഷ്ടവുമാണ്. വിവിധ ഭക്ഷണ മുൻഗണനകൾ നൽകുന്നു. അവ സസ്യാഹാരം, വെജിറ്റേറിയൻ, ഹലാൽ, കൃത്രിമ രുചികളിൽ നിന്നും പഞ്ചസാര ചേർക്കുന്നതിൽ നിന്നും മുക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളകിന് ഡിമാൻഡ് വർദ്ധിക്കുന്നു. ഉൽപ്പാദനം ഉയർന്നത് കുരുമുളക് വിപണിയെ സജീവമാക്കി. ശക്തമായ ഡിമാൻഡ്, ഉയർന്ന ഉൽപ്പാദനം, വിലയിലെ ക്രമാനുഗതമായ വർധന എന്നിവ 2024 ഇറക്കുമതി വർദ്ധിച്ചിട്ടും ഇന്ത്യൻ കുരുമുളകിന് ഉണർവ് നൽകി. അതേസമയം കാലാവസ്ഥാ വ്യതിയാനം അടുത്ത വർഷത്തെ ഉൽപ്പാദനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും കേരളത്തിലെ നിലവിലുള്ള പ്രദേശങ്ങളിലും നല്ല വിളവ് നൽകുന്ന പുതിയ കൃഷിയിടങ്ങളാണ് ഉൽപ്പാദനം വർദ്ധിക്കാൻ കാരണമെന്നാണ് കർഷക സമൂഹം വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ പെപ്പർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം മുൻവർഷത്തേക്കാൾ 51,000 ടൺ കൈമാറ്റ സ്റ്റോക്കുണ്ട് വിപണിയിൽ. ഈ വർഷം കുരുമുളകിന്റെ ആഭ്യന്തര ഉപഭോഗം ഗണ്യമായ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് ഏറുന്നു. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങയിൽ 22% വർധന. നാളികേരത്തിനും കൊപ്രയ്ക്കും മാത്രമല്ല, നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണിയും മുന്നേറ്റത്തിന്റെ പാതയിലാണ്. ഇത് വിലസ്ഥിരതയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകരും. വിദേശ വിപണികളിലും ഡിമാൻഡുള്ളത് നാളികേരത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ്. 10 വർഷം മുൻപ് 15% വിപണി കഴിഞ്ഞ വർഷം ഇത് 20% ഉയർന്നു. വരും വർഷം 25% വിപണി മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. 15.4 മില്യൺ തേങ്ങയാണ് രാജ്യത്ത് ആകെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ 69% വ്യാവസായിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. വീട്ടാവശ്യത്തിനും മതപരമായ ചടങ്ങുകൾക്കുമാണ് 31% ഉപയോഗിക്കുന്നത്. വ്യാവസായിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന തേങ്ങയിൽ 78% കൊപ്രയ്ക്കാണ്. 22% മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും. 2023-24 വർഷം ഇന്ത്യ നാളികേര ഉൽപ്പന്ന കയറ്റുമതിയിലൂടെ നേടിയത് 3,649 കോടി രൂപയാണ്. മുൻ വർഷത്തേക്കാൾ നേരിയ കുറവാണിത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള വിലവർധന ഇന്ത്യൻ കാപ്പിക്ക് നേട്ടമെന്ന് വിലയിരുത്തൽ. ഈ വർഷത്തെ കയറ്റുമതി 4 ലക്ഷം ടൺ കടക്കുമെന്ന് പ്രതീക്ഷ. ആഗോള വിലവർധനയെ തുടർന്ന് ഈ വർഷം കാപ്പി മേഖലയ്ക്ക് വൻ നേട്ടമാണുണ്ടായത്. ബ്രസീൽ, വിയറ്റ്നാം തുടങ്ങിയ വൻകിട ഉൽപ്പാദകരിൽ നിന്നുള്ള വിതരണ ഇടിവാണ് ഇതിന് പ്രധാന കാരണം. കാലാവസ്ഥ വലിയ തോതിൽ ഈ രാജ്യങ്ങളുടെ ഉൽപ്പാദനത്തെ ബാധിച്ചു. വിതരണം സാധാരണ നിലയിലേക്ക് എത്തുന്നതുവരെ വില ഇത്തരത്തിൽ തുടരുമെന്നാണ് വിലയിരുത്തൽ. വിലയിലെ വർധന മാത്രമല്ല, യൂറോപ്യൻ യൂണിയന്റെ വനനശീകരണ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതും വിലവർധനയ്ക്ക് കാരണമായി.
നിയമം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി യൂറോപ്യൻ രാജ്യങ്ങൾ വൻതോതിലാണ് കാപ്പി വാങ്ങിക്കൂട്ടുന്നത്. ഇതും ഇന്ത്യൻ കയറ്റുമതിക്ക് നേട്ടമായി. പ്രധാന കാപ്പി വിഭാഗമായ റോബസ്റ്റയുടെ വില വർഷത്തിന്റെ തുടക്കത്തിൽ 11,000 രൂപ നിരക്കിലാണ് വിറ്റുകൊണ്ടിരുന്നത്. നിലവിൽ വില 19,300 രൂപയാണ്. കാപ്പി കയറ്റുമതി ഈ വർഷം 4 ലക്ഷം ടൺ കടക്കുമെന്നാണ് കോഫി എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 3.76 ലക്ഷം ടണ്ണായിരുന്നു. കർണാടകത്തിലെയും കേരളത്തിലെയും ഉൽപാദനത്തെ കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള വില നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 190, RSS 5 186, ലാറ്റക്സ് 129, ജാതിക്ക 360, ജാതിപത്രി 1900 മുതൽ 2000 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 740, കുരുമുളക് ഗാർബിൾ 65,300, കുരുമുളക് അൺഗാർബിൾ 62,300, ഏലക്ക 2,800 മുതൽ 2,900 വരെ, വെളിച്ചെണ്ണ 21,900, കൊപ്ര 17,000, ചുക്ക് 32,500.